ഹലോ. അപ്പോൾ ദാ ഒരു 3 ദിവസം കൊണ്ട് തുടങ്ങിയ പനിയാണേ, ഒരു കുറവുമില്ല. അങ്ങനെ ഞങ്ങളിന്ന് രാവിലെ വെഞ്ഞാറമൂട് റിലീഫ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോഴോ നിറയെ ആൾക്കാർ. എല്ലാവർക്കും പനിയാണ് ഇപ്പോൾ, എല്ലായിടത്തും പനി. എനിക്കും ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞമ്മ എനിക്ക് വിശന്നിട്ട് വയ്യ, രാവിലെ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചായ വേണം, ഉള്ളിവട വേണം. അങ്ങനെ ഞാൻ വിചാരിച്ചു ചായ ഉള്ളിവടയൊക്കെ മേടിച്ച് കൊടുക്കാമെന്നേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ചായക്കടയിൽ കയറി. ഇന്നും ആരുമില്ല. ചായ ചൂട് ചായയായിരുന്നു, തൊണ്ടയ്ക്ക് നല്ല ആശ്വാസം കിട്ടും. അങ്ങനെ ഉള്ളിവടയും സോസും കൂട്ടി ചായ കുടിച്ച്. ആ സോസും കൂട്ടിയാണ് ഇങ്ങനെ കഴിക്കുന്നോ എന്തോ, അത് കൂട്ടി ചോറ് വരെ ഉണ്ട്. അത് കഴിഞ്ഞ് പറയുകയാണ് എനിക്ക് ചിക്കനും കൂട്ടി ചോറ് കഴിക്കണമെന്ന്. അങ്ങനെ ചോറുണ്ണാനായിട്ട് കുറേ ദിവസം കൊണ്ടൊന്നും കഴിക്കൊക്കെയില്ല, പൊടിയരി കഞ്ഞിയില്ലേ. അങ്ങനെ വിചാരിച്ചെങ്കിൽ ചിക്കനും മേടിച്ചുകൊണ്ട് പോകാമെന്ന്. ആ ചിക്കൻ വെട്ടുന്ന ആളുടെ ഫ്രണ്ട് ചെന്ന് നിൽക്കുകയാണ്. ലെഗ് പീസ് അങ്ങനെ തന്നെ ഇടണേ, വെട്ടിക്കളയില്ലേ എന്ന് പറഞ്ഞാണ് ഇടുന്നത്. അങ്ങനെ ആ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ മരിച്ചിന് മേടിച്ചു, പച്ചക്കറി മേടിച്ചു, ഇഞ്ചി പച്ചമുളക് അങ്ങനെ എല്ലാം മേടിക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി വന്നപ്പോൾ വഴിക്ക് കഥ പറയുകയാണേ. എന്തൊക്കെയോ പറയുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അമ്മ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് വരികയാണ്. അങ്ങനെ ഞങ്ങൾ പകുതി വരെ എത്തിയപ്പോഴത്തേക്കാണ് പറയുന്നത് പാല് മേടിക്കണം. അങ്ങനെ പിന്നെ അതൊന്നും കടയിൽ കയറി എടുക്കാൻ പറ്റിയില്ലേ, അതൊന്നും ഷൂട്ടിങ് സമയം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ ചിക്കൻ എന്തൊക്കെയോ പറഞ്ഞു. ഈ സ്നേഹസ്പർശം എന്താണെന്നറിയാമോ? മറ്റേ നമ്മളെ വെഞ്ഞാറമൂട്ടിൽ ഭയങ്കര കൊല നടന്നില്ലേ, ആ പുള്ളിക്കാരൻ്റെ ഒരു അമ്മ ഇവിടെയാണ് കിടക്കുന്നത്. അക്കരെ കണ്ടില്ലേ, കുറച്ച് മഞ്ഞൊക്കെ കണ്ടില്ലേ, അതാണ് പൊന്മുടി എന്നൊക്കെ പറഞ്ഞ് കുറേ കഥകൾ വിട്ടുകൊണ്ട് വരികയാണ്. നിറയെ പുകയുണ്ട്, അതുകൊണ്ട് നമുക്കൊരു ദിവസം പൊന്മുടി പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി മരിച്ചിനെയൊക്കെ വെട്ടി കഴുകി അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട്. എനിക്കെല്ലാം വിറകടുപ്പിൽ വെക്കാനാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ ചിക്കൻ്റെ പീസ് ഒരു കണ്ടീഷനെടുത്ത് പൊരിച്ചു. എന്ന് വെച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും ചോറ് കഴിക്കട്ടെ, അങ്ങനെ 2 പേർക്ക് വേണ്ടി 2 എണ്ണം. അങ്ങനെ ചോറായി, ചിക്കനായി. വേറെ അങ്ങനെ പെട്ടെന്ന് കറി വയ്ക്കാൻ പറ്റില്ല, ഞങ്ങൾ വന്നപ്പോൾ തന്നെ നല്ല സമയമെടുത്തു. പിന്നെ വന്നിട്ടാണ് എല്ലാം ചെയ്തത്. അതായത് അവൾക്ക് ചോറൊക്കെ എടുത്ത് നല്ലൊരു ലെഗ് പീസൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞത് ഇത്രയും കഴിക്കണമെന്ന്. ഈ ബാക്കി വന്ന കുറച്ചേ എടുത്തല്ലോ മരിച്ചിനി, അപ്പോൾ ബാക്കി അധികം വന്നു. അങ്ങനെ ഞങ്ങൾ പുറകിലോട്ട് കാന്താരി മുളക് അന്വേഷിച്ചിറങ്ങിയാണ്. ഞങ്ങൾ നട്ട പയറാണേ, പൊടിച്ച് വരുന്നതേ ഉള്ളൂ. നിറയെ കാന്താരി മുളക് ഉണ്ടായിരുന്നു, നിറയെന്ന് പറഞ്ഞാൽ നിറയെ. പക്ഷേ എന്ത് ചെയ്യാം, മയിൽ ഒന്നും നിർത്തിയിട്ടില്ല, അത്രയും കൊത്തി പൊടിച്ചളയും. ചീര നട്ടായിരുന്നു, ചീര, പയർ, പച്ചച്ചീര, ഇതെല്ലാം മയിൽ ഒന്നും രണ്ടൊന്നുമല്ല, 10-12 മയിലാണ് ഒരുമിച്ച് വരുന്നത്. മുളകിനെയൊക്കെ കൊത്തി ഒടിച്ചിട്ടേക്കാണേ, അത്രയും നശിപ്പിച്ച് കളയും. ഒന്നും നടാനൊന്നും പറ്റത്തില്ല. അതിന് കൂടെ കുറച്ച് വെണ്ട നട്ടിട്ടുണ്ട്. വെണ്ടയിലോട്ട് ഇതുവരെയ്ക്കും അതിക്രമം കാണിച്ചില്ല. വെണ്ട നല്ല 2 വെണ്ടയ്ക്ക വന്നായിരുന്നു. ഞങ്ങളിതിൽ നിന്ന് 1-2 പറിച്ചായിരുന്നേ. വലിയ വെണ്ടയ്ക്കയാണ് കേട്ടോ. അങ്ങനെ 2-3 വെണ്ടയ്ക്കൊക്കെ പറിച്ച്, കാന്താരി മുളക് പറിക്കാൻ പോയ ഞാനാണ്. അങ്ങനെ കാന്താരി മുളകൊക്കെ പറിച്ച്, ചെറിയ ഉള്ളിയും കാന്താരി മുളകും ഉപ്പുമൊക്കെ കൂട്ടി ഒന്ന് ജാറിലിട്ട് അടിച്ചെടുത്ത് അടുത്തത് കട്ടൻ ചായ വയ്ക്കാൻ പോകണം. കട്ടൻ ചായയും മരിച്ചിനി അവിച്ചതും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന കാര്യം പാട് തന്നെയാണ്. കിലോ 580 ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഞങ്ങൾ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കത്തിച്ചു, നാമമൊക്കെ ചൊല്ലി. മക്കൾക്ക് ഇനി പഠിക്കാനുണ്ട്, കുറച്ച് നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.